ഹായ് എവരി വൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സജി. അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എന്തുവായിരുന്നു? ടൈപ്സ് ഓഫ് റേഷ്യോസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചു തീർന്നു. ഫസ്റ്റ് ടൈപ്പ് എന്തുവായിരുന്നു? ലിക്വിഡിറ്റി റേഷ്യോസ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോസ്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോൾവൻസി റേഷ്യോ തന്നെ നമുക്ക് മൂന്നായിട്ടാണ് റേഷ്യോസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞത് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ, രണ്ടെന്ന് പറഞ്ഞത് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ, മൂന്നെന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ടൈപ്സ് ഓഫ് റേഷ്യോസിലെ രണ്ടാമത്തെ റേഷ്യോ അറിയപ്പെടുന്നത് സോൾവൻസി റേഷ്യോസ് ആണ്. അതിൽ തന്നെ വീണ്ടും മൂന്നായിട്ട് റേഷ്യോസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞത് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോയും, രണ്ടെന്ന് പറഞ്ഞത് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോയും, മൂന്നെന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇത് നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോൾവൻസി റേഷ്യോയിലെ ആദ്യത്തെ റേഷ്യോ എന്ന് പറഞ്ഞത് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലോൺസുകൾ, ലോങ് ടേം ലോൺസുകൾ, ഡിബഞ്ചേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഉൾപ്പെടുത്തുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ റിസർവ് ആൻഡ് സർപ്ലസും ഷെയർ ക്യാപിറ്റലും. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്. ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസും ഷെയർ ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ടിനകത്ത് ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ലോൺസുകളാണ്. അതായത് ഷോർട്ട് ടൈം ലോൺസും ലോങ് ടൈം ലോൺസും ആൻഡ് ഡിബഞ്ചേഴ്സും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ റിസർവ് ആൻഡ് സർപ്ലസും ഷെയർ ക്യാപിറ്റലും. ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെയാണ്? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. നമുക്ക് ഇതിന്റെ ഒരു ഡയറക്റ്റ് പ്രോബ്ലം നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. XYZ Private Limited has provided the following financial information from its balance sheet for the year ending March 31st, 2024. XYZ പ്രൈവറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് ബാലൻസ് ഷീറ്റിന് കിട്ടിയ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോൾ തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റ് ആണ്? 2024 മാർച്ച് 31 തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ ഏത് അക്കാഡമിക് ആയിരിക്കും? 2023 മുതൽ 2024 വരെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഈ ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ലോങ് ടൈം ലോൺസ് 10 ലക്ഷം, ഷോർട്ട് ടൈം ലോൺസ് 2 ലക്ഷം, ഡിബഞ്ചേഴ്സ് 3 ലക്ഷം, ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം, റിസർവ് ആൻഡ് സർപ്ലസ് 2 ലക്ഷം. എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്ന? കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ. അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ട് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, ഇക്വേഷൻ എഴുതാം. അപ്പൊ ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പൊ ഈ ഔട്ട്സൈഡ് ഫണ്ടും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഏതൊക്കെയാണ് അറിയണ്ടേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഏതൊക്കെയാണെന്നും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു? അപ്പൊ ഏതൊക്കെയാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ലോങ് ടൈം ലോൺസ് പ്ലസ് ഷോർട്ട് ടൈം ലോൺസ് പ്ലസ് ഡിബഞ്ചേഴ്സ് അല്ലെ. അപ്പം ലോങ് ടൈം ലോൺസ് എത്ര തന്നിരിക്കുന്നത്? 10 ലക്ഷം. ഷോർട്ട് ടൈം ലോൺസ് എത്ര തന്നിരിക്കുന്നത്? 2 ലക്ഷം. ഡിബഞ്ചേഴ്സോ 3 ലക്ഷം. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോയി. അത് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് എത്ര? 15 ലക്ഷം. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും. അപ്പൊ ആ ക്വസ്റ്റ്യനകത്ത് ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടോ നോക്കി. താഴത്തിൽ 2 എണ്ണം കേട്ടോ. ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം, റിസർവ് ആൻഡ് സർപ്ലസ് 2 ലക്ഷം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6 ലക്ഷം പ്ലസ് 2 ലക്ഷം കൊടുത്തു കഴിയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 8 ലക്ഷം കിട്ടും. കണ്ടല്ലോ. അപ്പൊ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പൊ എത്ര ആൻസർ വരുന്നത്? 15 ലക്ഷം ഡിവൈഡഡ് ബൈ 8 ലക്ഷം വരും. ഈക്വൽ ടു 1.875 ടൈംസ് എന്ന് കൊടുത്താൽ മതി. ഈ ടൈംസിന് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈസ്റ്റ്1 എന്ന് കൊടുത്താൽ മതി. അത് ഏതിനകത്ത് വന്നാലും നിങ്ങൾ ടൈംസിന് പകരം എന്ത് ചെയ്യണം? ഈസ്റ്റ്1 എന്ന് കൊടുക്കുക. ഇപ്പൊ 2 ടൈംസിന് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2:1 എന്ന് എഴുതാം.
1.5 എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1.5 ടൈംസിന് എഴുതാം. എങ്ങനെ എഴുതിയാലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സോൾവൻസി റേഷ്യോയുടെ രണ്ടാമത്തെ റേഷ്യോ ആണ് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ എന്താണ് ഇക്വേഷൻ? ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ ഈക്വൽ ടു ഫണ്ടഡ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫണ്ടഡ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. അതിന് മുന്നേ പറയാൻ പറ്റി ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുന്നതാണ്? ലോങ് ടൈം ഡെപ്റ്റും ഷോർട്ട് ടൈം ഡെപ്റ്റും. ഡെപ്റ്റ് മീൻസ് എന്താണ്? കടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദീർഘകാലം എന്താണ് കടം ഉണ്ടാവാം, അതുപോലെ ഹ്രസ്വകാല കടം ഉണ്ടാവും. ഷോർട്ട് ടൈമും ലോങ് ടൈം. അപ്പോൾ ഷോർട്ട് ടൈം ഡെപ്റ്റ് ഉണ്ടാവും, ലോങ് ടൈം ഡെപ്റ്റ് ഉണ്ടാവും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഫണ്ടഡ് ഡെപ്റ്റ് കിട്ടുന്നത്. ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. ABC ലിമിറ്റഡ് ഹാസ് ദി ഫോളോയിങ് ബാലൻസസ് അസ് ഓൺ മാർച്ച് 31, 2024. 2024 മാർച്ച് 31 ബാലൻസ് വെച്ചിട്ടുള്ള ABC കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കി? ലോങ് ടൈം ഡെപ്റ്റ് 6 ലക്ഷം, ഷോർട്ട് ടൈം ഡെപ്റ്റ് 2 ലക്ഷം, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം, റിസർവ് ആൻഡ് സർപ്ലസ് 3 ലക്ഷം. ഈ ഷെയർ ക്യാപിറ്റൽ പറയുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസും ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ ആളെടുത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇവിടെ ഏത് ക്യാപിറ്റൽ മെൻഷൻ ചെയ്യുന്നത്? ഈക്വിറ്റി ആണ് അല്ലെ. അപ്പോൾ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 5 ലക്ഷം തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് 3 ലക്ഷം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതണം. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഫണ്ടഡ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുന്നതെന്ന് പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞു, ലോങ് ടൈം ഡെപ്റ്റും ഷോർട്ട് ടൈം ഡെപ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ലോങ് ടൈം ഡെപ്റ്റ് എത്ര നിൽക്കുന്നത്? 6 ലക്ഷം. ഷോർട്ട് ടൈം ഡെപ്റ്റ് എത്ര നിൽക്കുന്നത്? 2 ലക്ഷം. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 ലക്ഷം കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഫണ്ടഡ് ഡെപ്റ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫണ്ടഡ് ഡെപ്റ്റ് നമ്മൾ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ചെയ്യണം, കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ക്യാപിറ്റലൈസേഷന്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞു നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഈക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആരെ മെൻഷൻ ചെയ്യുന്നത്? ഈക്വിറ്റി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ എഴുതിയാൽ മതി. റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട് 3 ലക്ഷം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈക്വിറ്റിയും കൂടെ ചേർക്കാം. അപ്പോൾ എത്രയാണ് എമൗണ്ട്? 5 ലക്ഷം പ്ലസ് 3 ലക്ഷം ഈക്വൽ ടു 8 ലക്ഷം. കണ്ടല്ലോ. അപ്പോൾ ഈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫണ്ടിന്റെ ഡെപ്റ്റ് ആണ്, 8 ലക്ഷം കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അതിന് എമൗണ്ട് എത്രയാണ്? 8 ലക്ഷമാണ്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എത്ര കിട്ടുന്നത്? ഈ 16 ലക്ഷം കിട്ടുന്നത്. കണ്ടല്ലോ. ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു ഫണ്ടഡ് ഡെപ്റ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. 8 ലക്ഷം പ്ലസ് 8 ലക്ഷം ഈക്വൽ ടു എത്ര വരും? 16 ലക്ഷം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം. ഈക്വൽ ടു ഫണ്ടഡ് ഡെപ്റ്റിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 8 ലക്ഷം കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ നമുക്ക് എത്രയാണ്? 16 ലക്ഷം കിട്ടിയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? 8 ലക്ഷത്തിന് 16 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.5 കിട്ടും. ടൈംസ് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ റേഷ്യോ നമുക്ക് അടുത്ത വീഡിയോ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് റേഷ്യോയില് രണ്ടാമത്തെ റേഷ്യോ അറിയപ്പെടുന്നത് സോൾവൻസി റേഷ്യോസ് ആണ്. അതിൽ തന്നെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോയും ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോയും
ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അത് നമ്മൾ ആദ്യം പറഞ്ഞത് ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ത് വരുന്നു? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ചേരുന്നത്? ലോൺസ് ആണ് അല്ലെ. ലോങ് ടൈം ലോൺസ് പ്ലസ് ഷോർട്ട് ടൈം ലോൺസ് പ്ലസ് ഡിബെഞ്ചേഴ്സ് ആണ് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോഴോ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെയാണ്? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇക്വേഷൻ ഏതാണ്? ഡെപ്റ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ ആണ്. അതിൻ്റെ ഇക്വേഷൻ ഏതാണ്? ഫണ്ടഡ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെപ്റ്റ് എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? ലോങ് ടൈം ഡെപ്റ്റും ഷോർട്ട് ടൈം ഡെപ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. ഡിബെഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവനെയും കൂടെ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫണ്ടഡ് ഡെപ്റ്റും പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. അത്രയും കിട്ടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി മൂന്നാമത്തെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അത് ടാക്സ് പ്രോബ്ലം ആണ്. അത് നമുക്ക് വെയിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളും ഇപ്പം പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പം പഠിച്ച കാര്യങ്ങളും ഈക്വേഷൻസ് നല്ലപോലെ മനപ്പാടാക്കണം. അഥവാ മറന്നുപോകാൻ നിങ്ങൾ ചെയ്യണം, ഒരു പേപ്പറിനകത്ത് ഇത് ഓരോന്ന് എഴുതി പഠിക്കണം. പിന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാണെങ്കിലും ഒരു പേപ്പറിനകത്ത് ഇതെല്ലാം കൂടെ ഒരു ഇക്വേഷൻ ചോദിച്ചാൽ അത്രയും ബെറ്റർ ആണ്. അപ്പോൾ അത് മൈൻഡ് സ്റ്റോർ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചേക്കുക. എല്ലാ റേച്ചേഴ്സും കൂടെ ചേരുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ ചെയ്യാം എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ എടുത്തെടുത്ത് ചോദിക്കാം. അത് 15 മാർക്കിന് കിട്ടിയാൽ നിങ്ങൾക്ക് ലക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്വേഷൻ നിങ്ങൾ നല്ലപോലെ പഠിക്കുക. അപ്പോൾ എസ് എ പ്രോബ്ലമായിട്ട് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, പിന്നെ 1 മാർക്ക് 2 മാർക്കിന് തിയറി പ്രോബ്ലമായിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഇങ്ങനെ തന്നാൽ നിങ്ങൾ ചെയ്യണം, നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.